ദാവീദിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇളയ മോനാണ് കേട്ടോ, ബാക്കിയുള്ളവരൊന്നും വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, അവർ ജോലിയൊക്കെ കളഞ്ഞ് വരണ്ടായോ, അവരവിടെ കാണും ഇരിക്കട്ടെ, ഇളയ ചെറുക്കനെ ഇങ്ങോട്ട് വിളിച്ചാൽ കുറച്ച് എണ്ണയുണ്ട്, അത് ഒഴിച്ച് ഞാൻ പൊക്കോളാം എന്നല്ലേ പറയേണ്ടത്. പക്ഷേ കർത്താവ് പറഞ്ഞു 7 പേരെയും വിളിക്കാൻ പറഞ്ഞു. 7 പേരെയും വിളിച്ചിട്ട് ഇംഗ്ലീഷ് ബൈബിൾ നോക്കണം, ഐ ഹാവ് റിജക്റ്റഡ് ഹിം എന്ന്. ഇവനല്ലെന്നല്ലെന്ന്, ഇതല്ല എന്നല്ല പറയുന്നേ, റിജക്റ്റഡ്. ഞാൻ ഉദ്ദേശിച്ച ആൾ ഇതല്ലെന്ന് പറയുന്നതല്ലേ കറക്റ്റ്, പക്ഷെ അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നേ. ഐ ഹാവ് റിജക്റ്റഡ് ഹിം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെന്തിനാണെന്നറിയാവോ? കുളിച്ചോരിക്ക് നല്ല ഡ്രസ് ഇട്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് സ്റ്റൗട്ടായിട്ട് നിൽക്കുന്ന 7 പേരോടും പറഞ്ഞു റിജക്റ്റഡ്. പിന്നെ ദൈവമല്ല, ശമൂവേൽ ചോദിക്കുകയാണ്, ഇനി പിള്ളേർ വല്ലതും ഉണ്ടോ? ഒരാളുണ്ട്. എവിടാ? ആടുകളുടെ കൂടെയാവും. അവൻ വന്നിട്ടല്ലാതെ ബന്ധിക്കിരിക്കുകയില്ലെന്ന് പറഞ്ഞു. അവൻ വന്ന പാടെ പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഇവനാള്, എണ്ണ ഒഴിച്ചോളാൻ പറഞ്ഞു. അവനോട് കുളിക്കാൻ പറഞ്ഞില്ല, അവനോട് പോയി നിന്നെ തന്നെ ശുദ്ധീകരിച്ചിട്ട് വരാൻ പറഞ്ഞില്ല. ബാക്കി 7 പേരെ കുറിച്ച് പറയുന്നത് ഈശായും അവന്റെ പുത്രന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ശമൂവേലിന്റെ കൂടെ യാഗത്തിന് പോയിന്നാ. എന്നാൽ ദാവീദ് വന്നപ്പോൾ ശുദ്ധീകരിക്കാൻ പറഞ്ഞില്ല. നീ നിന്നെ തന്നെ യോഗ്യനാക്കണ്ട, നിന്റെ മേലൊരു അഭിഷേകം വന്നാൽ അത് നിന്നെ യോഗ്യനാക്കും. ഇവരെല്ലാം കൂടെ മത്സരിച്ച് ദാവീദിനെ റിജക്ട് ചെയ്യായിരുന്നു. ദൈവം നിന്റെ ഉദ്ധാരകനായി എഴുന്നേറ്റാൽ ഒരുത്തനെയും വിടത്തില്ല, സകലത്തിന്റെ മുമ്പിൽ നിന്നെ മാനിക്കും. ഹല്ലേലൂയ. If God is your vindicator, if God is the one who lifts your head up, no one that ever looked down upon you will miss your rising in the name of Jesus. നീ ഉയരുമ്പോ ആരും അത് മിസ്സാക്കത്തില്ല, എല്ലാരും കാണുന്ന പോലെ ദൈവം ചെയ്തു.